ദേശീയപാത ബൈപ്പാസ് നിർമ്മാണം നടക്കുന്ന കീഴാറ്റൂരിൽ മണ്ണിട്ട് മൂടിയ തോട് പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കളക്ടറുടെ നിർദ്ദേശപ്രകാരം പരിശോധന നടന്നു. ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കീഴാറ്റൂരിലെ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എം.വി. ഗോവിന്ദൻ എം.എൽ.എ കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കീഴാറ്റൂരിൽ മണ്ണിട്ട് മൂടിയ തോട് ബൈപ്പാസ് നിർമ്മാണത്തിനു വേണ്ടി പൂർണ്ണമായി ഇല്ലാതാകുന്ന സ്ഥിതിയാണ്. നിലവിൽ പല ഭാഗത്തും മണ്ണിട്ട് മൂടി ഒഴുകി നിലച്ചതോടെ വെള്ളം കെട്ടിനിന്ന് കിണറുകൾ മലിനമായിരിക്കുകയാണ്. ഇതോടെ പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലാണ്. കൂടാതെ ശുദ്ധജലക്ഷാമവും രൂക്ഷമായിട്ടുണ്ട്. സാധാരണ നിലയിൽ തന്നെ വലിയ വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലത്ത് തോടിന്റെ ഒഴുക്കുകൂടി തടസ്സപ്പെട്ടാൽ നാട് മുഴുവൻ വെള്ളത്തിനടിയിലാകുന്ന സ്ഥിതിയുണ്ടാകുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. എം.വി. ഗോവിന്ദൻ എം.എൽ.എ കീഴാറ്റൂരിലെ ജനങ്ങളുടെ ദുരിതം കളക്ടറെ അറിയിച്ചതിനെ തുടർന്നാണ് തളിപ്പറമ്പ് തഹസിൽദാർ, ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ, കരാറുകാരുടെ പ്രതിനിധികൾ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചത്. CPM ഏരിയ സെക്രട്ടറി കെ. സന്തോഷ്, ടി. ബാലകൃഷ്ണൻ എന്നിവർ ജനങ്ങളുടെ പരാതിയും ആശങ്കയും സംഘത്തെ ബോധ്യപ്പെടുത്തി. തോട് പൂർണ്ണമായും റോഡായി മാറിയിരിക്കുകയാണ്. ബദൽ സംവിധാനം ഒരുക്കാൻ വീണ്ടും സ്ഥലം ഏറ്റെടുക്കണം. തോട് പുനഃസ്ഥാപിക്കാൻ ദേശീയപാത അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നതോടൊപ്പം കിണറുകൾ മലിനമായ പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ആവശ്യമായ നടപടി ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. സാധാരണ നിലയിൽ ഒഴുകിപ്പോകുന്ന തോട് ചിലയിടങ്ങളിൽ അത് മുറിഞ്ഞു പോവുകയും വെള്ളം ഒഴുകി പോകുന്നതിന് പ്രയാസം നേരിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കപ്പെടുക എന്നുള്ളത് നാട്ടിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടിയുള്ള ശാസ്ത്രീയമായ നടപടി ഉണ്ടാകണം എന്ന് മാത്രമല്ല, ഭൂമിയില്ലാ സ്ഥലങ്ങളിൽ ഭൂമി കണ്ടെത്തി അതിനാവശ്യമായിട്ടുള്ള അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ടവർ തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പൊതുവിൽ ബൈപ്പാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഇരുകരകളിലായി താമസിക്കുന്ന ജനങ്ങൾ അവർ താമസിക്കുന്ന വീടുകളിലെ കിണറിലെ വെള്ളം ഉൾപ്പെടെ ഇന്നും മലിനമാകുകയാണ്. കുടിവെള്ളം പോലും കിട്ടാത്ത നിലയിലേക്ക് ചില കുടുംബങ്ങൾ ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾക്കുൾപ്പെടെ ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് കുടിവെള്ളം ഉൾപ്പെടെ എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ബദൽ നടപടികൾ സ്വീകരിക്കണമെന്നും ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം, വികസന പ്രവർത്തനം പുരോഗമിക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും പരിഹാരം കാണുന്നതിന് വേണ്ടിയും ബന്ധപ്പെട്ടവർ ജാഗ്രത ഉണ്ടാകണം എന്നാണ് എനിക്ക് പൊതുവെ സൂചിപ്പിക്കാറ്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് ബോധ്യപ്പെട്ടുവെന്നും വിഷയത്തിൽ കളക്ടർക്ക് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.